നമ്മൾ സിമിലർ ട്രയാങ്കിൾസ് എന്നുള്ള പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പേജ് 100 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തു. ഇന്ന് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ചോദ്യം. അറ്റ് 2 ends ഓഫ് എ ഹൊറിസോണ്ടൽ ലൈൻ ആംഗിൾസ് ഓഫ് ഈക്വൽ സൈസ് ആർ ഡ്രോൺ ആൻഡ് 2 points ഓൺ ദ സ്ലാൻഡഡ് ലൈൻ ആർ ജോയിൻഡ്. ഇതാണ് ഹൊറിസോണ്ടൽ ലൈൻ അഥവാ വിലങ്ങനെയുള്ള വര എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു സ്ലാൻഡഡ് ലൈൻ വരച്ചിട്ടുണ്ട്. ഈ ആംഗിളും ഈക്വലാണ്. ഇവിടുന്ന് ഇങ്ങോട്ടും സ്ലാൻഡഡ് ലൈൻ വരച്ചിട്ടുണ്ട്, താഴേക്കും വരച്ചിട്ടുണ്ട്. രണ്ട് ആംഗിൾസും ഈക്വലാണ്. എന്നിട്ട് ഇത് കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നു. ഇതിൽ പ്രൂവ് ചെയ്യാൻ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യം നോക്കാം. പ്രൂവ് ദാറ്റ് പാർട്സ് ഓഫ് ദ ഹൊറിസോണ്ടൽ ലൈൻ ആൻഡ് പാർട്സ് ഓഫ് ദി സ്ലാൻഡഡ് ലൈൻ ആർ ഇൻ ദി സെയിം റേഷ്യോ. ഇതാണ് നമ്മുടെ ചിത്രം. ഈ ചരിഞ്ഞ വരയ്ക്ക് ഞാൻ AB എന്നും ഇവിടെ താഴോട്ടുള്ള ചരിഞ്ഞ വരയ്ക്ക് CD എന്നും പേര് കൊടുക്കുന്നു. AC ഒരു ഹൊറിസോണ്ടൽ ലൈനാണ്. എന്നിട്ട് ABയുടെ ഈ Bയും CDയുടെ Dയും കൂടി യോജിപ്പിച്ചിരിക്കുന്ന ലൈൻ ഈ ഹൊറിസോണ്ടൽ ലൈനെ കട്ട് ചെയ്യുന്നില്ലേ, ആ പോയിൻറ്റിന് O എന്ന് കൊടുക്കുന്നു. നമുക്കിവിടെ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? പാർട്സ് ഓഫ് ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഇത് വരും. AC ആണ് ഹൊറിസോണ്ടൽ ലൈൻ, അതിനെ O എന്ന പോയിൻറ്റിൽ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം പാർട്സ് ഓഫ് ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞാൽ OAയും OCയുമാണ്. ഇനി പാർട്സ് ഓഫ് സ്ലാൻഡഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ACയും ഈ BDയും ഓയിലല്ലേ കട്ട് ചെയ്യുന്നത്. അപ്പോൾ OBയും ODയുമാണ് പാർട്സ് ഓഫ് സ്ലാൻഡഡ് ലൈൻ. ODയും OBയും OAയും OCയും സെയിം റേഷ്യോയിലാണെന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. ഇത് പ്രൂവ് ചെയ്യാൻ നമുക്ക് ഈ ഇപ്പം 2 ട്രയാങ്കിൾ ഇല്ലേ ഇവിടെ, ട്രയാങ്കിൾ AOBയും ട്രയാങ്കിൾ CODയും സിമിലർ ട്രയാങ്കിൾസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. സിമിലർ ട്രയാങ്കിൾസിൻ്റെ പ്രത്യേകത എന്താണ്? ആംഗിൾസ് എല്ലാം ഈക്വലാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, നമ്മൾ AOB എന്നുള്ള ട്രയാങ്കിളും COD എന്ന ട്രയാങ്കിളും കൺസിഡർ ചെയ്യുന്നു. ഇവിടെ ഏതെങ്കിലും ആംഗിൾ ഈക്വൽ ഉണ്ടെന്ന് പറയാമോ? ഈ ആംഗിളും AOBയിലെ ആംഗിൾ ട്രയാങ്കിൾ AOBയിലെ ആംഗിൾ AOB, അതായത് എവിടെയാണോ ആംഗിൾ അത് നടുക്ക് വരണം. അതാണ് ആംഗിൾ AOB. ആ അക്ഷരം നടുക്ക് വരണം. ആംഗിൾ AOBയും ആംഗിൾ CODയും തുല്യമല്ലേ? അതെന്ത് ആംഗിൾസാണ്? ഓപ്പോസിറ്റ് ആംഗിൾസാണ്. പിന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു ആംഗിൾ ഈക്വലാന്ന് തന്നിട്ടുണ്ടല്ലോ. ഹൊറിസോണ്ടൽ ലൈനിൻ്റെ അറ്റത്ത് നിന്ന് ഒരു സ്ലാൻഡഡ് ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആംഗിളും ഇവിടുന്ന് താഴത്തേക്കും ഹൊറിസോണ്ടൽ ലൈനിൻ്റെ അറ്റമായ Cയിൽ നിന്ന് താഴത്തേക്കും ഒരു സ്ലാൻഡഡ് ലൈൻ വരച്ചിട്ടുണ്ട്. ഈ ആംഗിൾ ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്, ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ 2 ആംഗിളും ഈക്വലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈഫ് 2 angles ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ ടു 2 angles ഓഫ് അനദർ ട്രയാങ്കിൾ ദെൻ ദെയർ തേർഡ് ആംഗിൾ ഓൾസോ ഈക്വൽ. തേർഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ Bയും ആംഗിൾ Dയും തുല്യമായിരിക്കും. അതായത് ഒരു ത്രികോണത്തിൻ്റെ 2 കോണുകൾ മറ്റൊരു ത്രികോണത്തിൻ്റെ 2 കോണുകളുമായിട്ട് തുല്യമാണെങ്കിൽ മൂന്നാമത്തെ കോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ എഴുതാം? ആദ്യം നമുക്ക് ഈക്വലാണ് കിട്ടിയ ആംഗിൾ ഏതാണ്? ആംഗിൾ ആംഗിൾ AOB ഈക്വൽ ടു ആംഗിൾ COD. ആംഗിൾ C ഉണ്ട് ഇവിടെ, COD. എന്താ കാര്യം? ഓപ്പോസിറ്റ് ആംഗിൾസ് അഥവാ എതിർ കോണുകൾ. എന്താണ് ഓപ്പോസിറ്റ് ആംഗിൾസ്? 2 ലൈൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നു. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഈ ആംഗിൾ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ഈ ആംഗിൾ, ഇത് രണ്ടും ഒരു ജോഡി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഇത് തുല്യമായിരിക്കും. പിന്നെ വേറൊരു ജോഡി ഓപ്പോസിറ്റ് ആംഗിൾസ് ഏതാണ്? ഇതും തുല്യമായിരിക്കും. അതായത് ഇതിപ്പോൾ 80 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 80. ഇത് 100 ആണെങ്കിൽ ഇതും എത്ര വരും? 100.
ഈ രണ്ട് ആംഗിളും കൂടി, ഇത് അഡ്ജസൻ്റ് ആംഗിൾസ് ആണ്, ഈ രണ്ട് ആംഗിൾസും കൂടെ കൂട്ടിയാൽ 180 ആയിരിക്കും. അപ്പോൾ എന്താണ് ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് മനസ്സിലായല്ലോ. ഓപ്പോസിറ്റായിട്ട് രണ്ട് ലൈൻ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റായിട്ട് വരുന്ന അതാണ് ഓപ്പോസിറ്റ് ആംഗിൾസ്. ഇത് ഒരു ജോഡി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്, ഇത് വേറൊരു ജോഡി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അത് തുല്യമായിരിക്കും. ഇത് ഒരു ജോഡി ഈക്വൽ ആംഗിൾസ് ആണ്. പിന്നെ ആംഗിൾ BAO എന്ന് പറഞ്ഞാൽ ഏത് ആംഗിളാണ്? ആംഗിളിൻ്റെ അവിടുത്തെ അക്ഷരം നടുക്ക് വരും. അതായത് ആംഗിൾ BAO അല്ലെങ്കിൽ ആംഗിൾ OAB എന്നും ഈ ആംഗിളിനെ പറയാം. ആംഗിൾ BAO ഈക്വൽ ടു ആംഗിൾ ഈ ആംഗിൾ അല്ലേ, രണ്ട് വരയിട്ടത് ഒരു ജോഡി ഈക്വൽ ആംഗിളാണ്. ആംഗിൾ OCD എന്താണ്, നമുക്കത് തന്നിട്ടുണ്ട്. പിന്നെ if two angles of a triangle are equal to two angles of another triangle, then their third angles are also equal. അപ്പോൾ ഏത് ആംഗിൾ ഒക്കെ ഈക്വൽ ആണ്? ആംഗിൾ ABO ഈക്വൽ ടു ആംഗിൾ ODC. അപ്പോൾ ഈ പിന്നെ ട്രയാങ്കിൾ AOB ആംഗിൾസും ട്രയാങ്കിൾ CODയിലെ ആംഗിൾസും ഈക്വൽ ആണ്. അപ്പോൾ ഇത് രണ്ടും എന്ത് ട്രയാങ്കിളാണ്? സിമിലർ ട്രയാങ്കിളാണ്. സിമിലർ ട്രയാങ്കിൾ ആണെങ്കിൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഇൻ സെയിം റേഷ്യോ. അപ്പോൾ നമുക്ക് എഴുതാം ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ AOB ആൻഡ് ട്രയാങ്കിൾ COD ആർ ഈക്വൽ. അപ്പോൾ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഇൻ സെയിം റേഷ്യോ. ആദ്യം നമുക്ക് ആംഗിൾ ബിക്ക് ഈ ഏതൊക്കെയാണ്? ആംഗിൾ ബിയുടെ ജോഡി ആംഗിൾ ഏതാണ്? ഈ 3 വരയിട്ടത് ആംഗിൾ D. അപ്പോൾ ആദ്യം നമുക്ക് ഈ ട്രയാങ്കിൾ എടുക്കാം. അപ്പോൾ ആംഗിൾ ബിക്കെതിരെയുള്ള സൈഡ് ഏതാണ്? OA ബൈ പിന്നെ ഇതിൻ്റെ ജോഡി ഈക്വൽ ജോഡി ഏതാണ്? ആംഗിൾ D. ആംഗിൾ ഡിക്ക് എതിരെയുള്ള സൈഡ് ഏതാണ്? OC ഈക്വൽ ടു ട്രയാങ്കിൾ AOBയും ട്രയാങ്കിൾ CODയും ആണ് സിമിലർ. അപ്പോൾ അതിൽ ഈക്വൽ ആംഗിളിനെതിരെയുള്ള സൈഡ്സ് എടുക്കുകയാണ്. ഈക്വൽ ടു പിന്നെ നമുക്ക് ഈ ഒരു ജോഡി എയുടെ ജോഡി ഏതാണ്? C. അതായത് രണ്ട് ലൈൻ ഞാൻ വരച്ചത്. ആംഗിൾ എക്കെതിരെയുള്ള സൈഡ് ഏതാണ്? OB അല്ലെങ്കിൽ BO എന്നും പറയാം. ഇനി ആംഗിൾ സിക്കെതിരെയുള്ള സൈഡ് ഏതാണ്? OD ഈക്വൽ ടു പിന്നെ ഏതാണ്? ഈ ആംഗിൾ അല്ലേ, ഈ ട്രയാങ്കിളാണ് നമ്മൾ റേഷ്യോ എടുക്കാൻ ആദ്യം എടുത്തത്. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഇത് തന്നെ ആദ്യം എടുക്കണം. അപ്പോൾ ഈ ആംഗിളിനെതിരെയുള്ള സൈഡ് AB, ഇതിൻ്റെ ഈക്വൽ ജോഡി ഇതല്ലേ, ഈ ആംഗിളല്ലേ, ഇതിനെതിരെയുള്ള സൈഡ് DC അല്ലെങ്കിൽ CD എന്ന് പറയാം. അപ്പോൾ സൈഡ്സിൻ്റെ റേഷ്യോ എന്താണ്? OA ബൈ OC ഈക്വൽ ടു OB ബൈ OD ഈക്വൽ ടു AB ബൈ CD. നമുക്കിവിടെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞ എന്താണ്? പാർട്സ് ഓഫ് ഹൊറിസോണ്ടൽ ലൈൻ ആൻഡ് പാർട്സ് ഓഫ് സ്ലാൻഡഡ് ലൈൻ ആർ ഇൻ സെയിം റേഷ്യോ. പാർട്സ് ഓഫ് ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? OA ബൈ OC. പാർട്സ് ഓഫ് സ്ലാൻഡഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? OB ബൈ OD. അപ്പോൾ ഇത് രണ്ടും സെയിം റേഷ്യോയിലാണെന്ന് എഴുതിയാൽ പോരെ? നമ്മളോട് ഇതിൻ്റെ കാര്യം ചോദിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? OA ബൈ OC ഈക്വൽ ടു OB ബൈ OD. ഇതാണ് ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസർ. ഇനി OA ബൈ OC എന്ന് എഴുതുന്നതും OA ഈസ്റ്റ് OC എന്ന് പറഞ്ഞാൽ OA അംശബന്ധം OC എന്ന് എഴുതുന്നതും തുല്യമാണ് കേട്ടോ. OB ബൈ OD. അപ്പം നമുക്ക് എന്തെഴുതാം? OB ഈസ്റ്റ് OD ഈക്വൽ ടു AB ബൈ CD. അപ്പം നമുക്ക് എന്തെഴുതാം? AB ഈസ്റ്റ് CD. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. OA ഈസ്റ്റ് OC എന്ന് പറഞ്ഞാൽ OA ബൈ OC എന്ന് എഴുതാം.
ഒ ബി ഈസ്റ്റ് ഒ ഡി എന്ന് പറഞ്ഞാൽ ഒ ബി ബൈ ഒ ഡി എന്ന് എഴുതാം. എ ബി ഈസ്റ്റ് സി ഡി എന്ന് പറഞ്ഞാൽ എ ബി ബൈ സി ഡി എന്ന് എഴുതാം. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസറായി. ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ട്. പ്രൂവ് ദാറ്റ് ടു സ്ലാൻഡഡ് ലൈൻസ് അറ്റ് ദി എൻഡ്സ് ഓഫ് എ ഹൊറിസോണ്ടൽ ലൈൻ ആർ ഓൾസോ ഇൻ ദി സെയിം റേഷ്യോ. എന്താണ് പറഞ്ഞത്? ഹൊറിസോണ്ടൽ ലൈൻ ഏതാണ്? ഹൊറിസോണ്ടൽ ലൈൻ എ സി. എ സിയുടെ അറ്റത്തുള്ള രണ്ട് ലൈൻ ഉണ്ടല്ലോ, അതേതൊക്കെയാണ്? എ സിയുടെ അറ്റത്തുള്ളത് എ ബിയും സി ഡിയും. എ ബിയും സി ഡിയും സെയിം റേഷ്യോയിലാണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്. എ സി എന്ന ഹൊറിസോണ്ടൽ ലൈനിൻ്റെ അറ്റത്തുള്ള സ്ലാൻഡഡ് ലൈൻസായ എ ബിയും സി ഡിയും സെയിം റേഷ്യോയിലാണെന്ന് പ്രൂവ് ചെയ്യുക എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ആദ്യത്തെ കണക്കിൽ തന്നെ ഇത് രണ്ടും ഓപ്പോസിറ്റ് ട്രയാങ്കിൾ എ ഒ ബിയും ട്രയാങ്കിൾ സി ഒ ഡിയും കൺസിഡർ ചെയ്തു. അപ്പോൾ എ ഒ ബിയിലെ ആംഗിൾ എ ഒ ബിയും സി ഒ ഡിയിലെ ആംഗിൾ സി ഒ ഡിയും ഈക്വലാണ്, ഓപ്പോസിറ്റ് ആംഗിൾ ആയതുകൊണ്ട് അത് ഈക്വൽ ആണെന്ന് കണ്ടു. പിന്നെ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. ഇഫ് ടു ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ ടു ടു ആംഗിൾസ് ഓഫ് അനദർ ട്രയാങ്കിൾ ദെൻ ദെയർ തേർഡ് ആംഗിൾസ് ഓൾസോ ഈക്വൽ. അപ്പോൾ ഇത് രണ്ടും ഈക്വലാണ്. അപ്പം ഈ രണ്ട് ട്രയാങ്കിളിലെയും മൂന്ന് ആംഗിൾസും ഈക്വൽ ആയതുകൊണ്ട് സിമിലർ ട്രയാങ്കിൾ ആണെന്ന് കണ്ടു. എന്നിട്ട് ഈക്വൽ ആയിട്ടുള്ള ആംഗിളിനെതിരെയുള്ള സൈഡ്സിൻ്റെ റേഷ്യോ നമ്മൾ എഴുതിയല്ലോ. എന്തൊക്കെയായിരുന്നു എഴുതിയത്? ആദ്യം നമ്മൾ ആംഗിൾ ബി ആണ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ആംഗിൾ ബിക്കെതിരെയുള്ള സൈഡ് ഒ എ ബൈ, പിന്നെ ഇവിടെ ഇതിൻ്റെ ഈക്വലായിട്ടുള്ള ജോഡി ഏതാണ്? ട്രയാങ്കിൾ സി ഒ ഡിയിൽ ആംഗിൾ ഡി അല്ലേ? ആംഗിൾ ഡിക്കെതിരെയുള്ള സൈഡ് ഒ സി. ഒ എ ബൈ ഒ സി ഈക്വൽ ടു, പിന്നെ നമ്മൾ കൺസിഡർ ചെയ്ത് ആംഗിൾ എ. ആംഗിൾ എക്കെതിരെയുള്ള സൈഡ് ഒ ബി. നമ്മൾ ആദ്യം റേഷ്യോ എടുക്കുമ്പോൾ ഈ ട്രയാങ്കിളാണ് പരിഗണിച്ചത്. അപ്പോൾ എപ്പോഴും ഈ ട്രയാങ്കിൾ തന്നെ പരിഗണിക്കണം. ഒ ബി ബൈ, പിന്നെ ഇവിടെ ആംഗിൾ എയുടെ ജോഡി ഈക്വൽ ആംഗിൾ സി അല്ലേ? ആംഗിൾ സിക്കെതിരെയുള്ളത് ഒ ഡി ഈക്വൽ ടു, പിന്നെ ഇവിടെ ഈ ആംഗിളിനെതിരെയുള്ള സൈഡ് എ ബി ബൈ, ഇതിൻ്റെ ഈക്വൽ ആയിട്ടുള്ള ജോഡി ഈ ആംഗിളല്ലേ സി ഒ ഡിയിൽ, ഇതിനെതിരെയുള്ള സൈഡ് സി ഡി. നമുക്ക് ഏതൊക്കെയാണ് സെയിം റേഷ്യോയിലാണ് തെളിയിക്കേണ്ടത്? ഈ ലൈനും സെയിം റേഷ്യോയിലാണെന്നാണ് തെളിയിക്കേണ്ടത്. ഹൊറിസോണ്ടൽ ലൈനിൻ്റെ അറ്റത്ത് ചരിഞ്ഞ വരകൾ തമ്മിലുള്ള അംശബന്ധവും റേഷ്യോയും ഇത് തന്നെയാണെന്ന് തെളിയിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് 3 റേഷ്യോയും കിട്ടി. അപ്പോൾ ഒ എ ബൈ ഒ സി ഈക്വൽ ടു, ഇതിൻ്റെ റേഷ്യോ അല്ലേ, ഇതിൻ്റെ റേഷ്യോയും തുല്യമാണെന്നല്ലേ തെളിയിക്കേണ്ടത്. അപ്പോൾ എ ബി ബൈ സി ഡി. നമ്മൾ ആദ്യത്തെ കണക്കിൽ ഇത് തന്നെയായിരുന്നു കിട്ടിയത്. പക്ഷേ നമുക്ക് ആദ്യത്തെ കണക്കിൽ ഈ 2 എണ്ണമേ ചോദിച്ചുള്ളായിരുന്നു. അപ്പം നമ്മൾ മൂന്നാമത്തത് അതുകൊണ്ട് പരിഗണിച്ചില്ല. ഇപ്പം നമുക്ക് ഒ എ ബൈ ഒ സി ഈക്വൽ ടു എ ബി ബൈ സി ഡി എന്ന് എഴുതാം. ഇതാണ് രണ്ടാമത്തേൻ്റെ ആൻസർ. ഈ തേർഡ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ഹൗ എ ലൈൻ ഓഫ് ലെങ്ത് 6 cm ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ദി റേഷ്യോ 3:4 യൂസിങ് ദിസ്. ഇപ്പം പഠിച്ച ആശയം ഉപയോഗിച്ച് 6 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈനിനെ എങ്ങനെ 3:4 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുമെന്നാണ് ചോദിച്ചത്. അപ്പോൾ ആദ്യം 6 സെൻറ്റിമീറ്റർ ലൈൻ വരയ്ക്കണം. പിന്നെ ഇവിടുന്ന് ഈ ആംഗിൾ ഇപ്പോൾ നമ്മൾ 40 ആണ് എടുക്കുന്നത്. ഒരു എക്സാമ്പിൾ, ഇത് 40 ആണെങ്കിൽ ഇത് 3 സെൻറ്റിമീറ്റർ എടുക്കുക. പിന്നെ ഈ ആംഗിളും താഴോട്ടുള്ള ആംഗിളും സെയിം ആയിരിക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ഞാൻ 40 എടുത്തത് കൊണ്ട് ഇതും എത്ര എടുക്കണം? 40 എടുക്കണം. എന്നിട്ട് ഇത് എത്ര സെൻറ്റിമീറ്റർ വേണം? താഴത്തത് 4 സെൻറ്റിമീറ്റർ. എന്നിട്ട് ഈ യോജിപ്പിക്കുക. വെറുതെ കൈകൊണ്ട് വരച്ചാൽ പോരെ, സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കണം. അപ്പോൾ ഈ കൂട്ടിമുട്ടുന്ന പോയിൻ്റ് ഒ എന്നെടുക്കാം. ഇത് എ ബി, ഇത് സി ഡി. അപ്പോൾ ഈ എ സിയെ 3:4 എന്ന റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് ഒ എ ഈസ് ഒ സി. ഒ എ ഈസ് ഒ സി എന്തായിരിക്കും? 3:4 ആയിരിക്കും. അതെങ്ങനെയാണെന്നോ, ഈ ആംഗിളും ഈക്വലാണ്. പിന്നെ ഈ ആംഗിളും ഈക്വലാണെന്ന് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ
പിന്നെ ഒരു ട്രയാങ്കിളിൻ്റെ 2 ആംഗിള് മറ്റൊരു ട്രയാങ്കിളിൻ്റെ 2 ആംഗിളും ആയിട്ട് തുല്യമാണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾസും ഈക്വൽ ആയിരിക്കും എന്ന് പഠിച്ചുകൊണ്ട് നമ്മൾക്ക് ആംഗിൾ ബിയും ആംഗിൾ ഡിയും ഈക്വൽ ആണെന്ന് കിട്ടി അല്ലേ. അപ്പം തുല്യമായ ആംഗിൾസിനെതിരെയുള്ള സൈഡ്സ് എന്താണ്, സെയിം റേഷ്യോയിലാണെന്ന് പഠിച്ചില്ലേ. അപ്പോൾ ആംഗിൾ ബിക്കെതിരെയുള്ള സൈഡായ OA ബൈ പിന്നെ ഇവിടെ ബിയുടെ ജോഡി ഏതാണ്, ഡിക്കെതിരെയുള്ള സൈഡ് OC ഈക്വൽ ടു പിന്നെ 40-നെതിരെയുള്ളത് OB ബൈ ഇവിടെ 40-നെതിരെയുള്ളത് OD ഈക്വൽ ടു പിന്നെ ഈ ആംഗിളിനെതിരെയുള്ളത് AB എത്രയാണ്, 3 ആണ് ബൈ DC അല്ലെങ്കിൽ CD 4 ആണല്ലോ. അപ്പോൾ OA ബൈ OCയും OB ബൈ ODയും 3/4 ആണ് അല്ലേ. OA ബൈ OC എന്ന് പറഞ്ഞാൽ എന്താണ്, 3/4. അപ്പോൾ OA ബൈ OCയും OA ഈസ്റ്റ് OCയും ഈക്വൽ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ 3:4 ആണ്. അതേപോലെ OB ബൈ ODയും എന്താണ്, 3/4 ആണ്. അപ്പോൾ OB ഈസ്റ്റ് ODയും എന്ത് തന്നെയാണ്, 3:4 ആണ്. നമുക്കിത് മതി. 6 സെൻറ്റിമീറ്റർ ലെങ്തുള്ള ലൈൻ ഏതാണ്, AC അല്ലേ. ACയെ OA ഈസ്റ്റ് OC എത്രയാണ്, 3:4. അപ്പോൾ 6 സെൻറ്റിമീറ്റർ നീളമുള്ള വരയെ 3:4 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തില്ലേ.